എത്ര ദീർഘവീക്ഷണത്തോടെയുള്ള പണികളാണ് ഇലന്തൂർ ആധുനിക മാർക്കറ്റിന്റെ കാര്യത്തിൽ ഉണ്ടായതെന്ന് ചിന്തിച്ചാൽ അന്തമുണ്ടാകില്ല. എന്നോ സംഭവിക്കാവുന്ന വികസന ലക്ഷ്യത്തിനു വേണ്ടി കാലേകൂട്ടി ഒരുക്കം തുടങ്ങി എന്നതാണ് കണക്കാക്കുന്നത്. ഇലന്തൂർ കവലയോട് ചേർന്നുള്ള 1/2 ഏക്കറിലാണ് കാലങ്ങളായി ചന്തയുടെ പ്രവർത്തനമുണ്ടായിരുന്നത്. കെട്ടിടങ്ങൾക്ക് കാലപ്പഴക്കമുണ്ടെന്ന് വന്നതോടെ പൊളിച്ചുപണി എന്ന ആശയമുയർന്നു. അങ്ങനെ 1 വർഷം മുൻപ് പൊളിച്ചു. മുറിച്ചു മാറ്റിയ മുത്തശ്ശി മരത്തിന്റെ തടി വിലങ്ങ് തടിയായി കിടക്കുകയുമാണ്. ഇതിനകത്ത് ഇപ്പോൾ അവർ പറയുന്നത് ഇതിന്റെ പ്ലാൻ ഇതുവരെയും വരച്ച് പൂർത്തീകരിച്ച് കിട്ടിയിട്ടില്ല. അവർ കൺസൾട്ടൻറ്റ് കമ്പനി ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ 3 ലക്ഷത്തിൽ കൂടുതൽ രൂപയാണ് അതിൻ്റെ ഫീസ് കൊടുത്തിരിക്കുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ഡിലേ വന്നു. പിന്നീട് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, കേസുണ്ട്. നേരത്തെ ഇരുന്ന ചില കടക്കാരുമായി ബന്ധപ്പെട്ട് ചില കേസുകൾ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ തന്നെ കിടക്കുന്നതായിരിക്കും ഇവിടുത്തെ പലർക്കും താല്പര്യമുള്ളത്. ചന്ത ഇല്ലാതായതോടെ നാട്ടിലെ കർഷകരും വ്യാപാരികളുമെല്ലാം കിട്ടുന്ന സ്ഥലത്ത് വിറ്റഴിക്കലും കച്ചവടവും നടത്തേണ്ട ഗതികേടിലും. കൈവശരേഖയല്ലാതെ ഉടമസ്ഥത തെളിയിക്കാനുള്ള രേഖകൾ ഏതുമില്ല എന്നതിനാൽ പദ്ധതിക്ക് വായ്പ എടുക്കാനുള്ള നീക്കം പാളിയെന്നാണ് പ്രദേശത്തെ രാഷ്ട്രീയ വർത്തമാനം. എന്നാൽ വിശദ പദ്ധതിരേഖ തയ്യാറാക്കി സമർപ്പിച്ചതായും കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ വായ്പയിൽ തീരുമാനമെടുത്തുവെന്നുമാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതി വിശദീകരിക്കുന്നത്. 2.5 കോടി ചെലവ് പ്രതീക്ഷിക്കുന്നു. ഭൂമിക്ക് രേഖകളില്ല എന്ന പ്രചാരണം കൊണ്ട് ഇടതിന് യാതൊരു ഗുണവും ഉണ്ടാകില്ല എന്നാണ് നേതൃത്വം വിശദീകരിക്കുന്നത്. അവർ 9% തരാമെന്ന് പറഞ്ഞു. അവരാണ് ഈ ഡീറ്റെയിൽസൊക്കെ വേണമെന്ന് പറഞ്ഞു. അവരോടൊപ്പം ഈ വിവരമൊക്കെ പറഞ്ഞു. ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ആധാരമായിട്ടില്ല, പണ്ടത്തേതാ, അതിന് അല്ലേ പിന്നെ അറിയാവുന്നവരോടൊക്കെ തിരക്കണം, അതിന് കുഴപ്പമില്ല, നമുക്ക് പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള അംഗൻവാടിയോ അങ്ങനെയുള്ള സ്ഥലത്തിൻ്റെ മതി, അങ്ങനെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ലോണും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പൊളിക്കുന്നതിൽ കാണിച്ച ഉത്സാഹം പണിയിൽ ഉണ്ടാകുന്നില്ല എന്ന നാട്ടുകാരുടെ ആക്ഷേപത്തിന് അടിസ്ഥാനമുണ്ടെന്ന് തന്നെയാണ് ഇലന്തൂരിലെത്തിയാൽ മനസ്സിലാകുന്നത്. പദ്ധതിക്ക് സർക്കാർ അനുമതി എന്ന് കിട്ടുമെന്നതും ആശങ്കയിലാണ്. നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ട്, കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാനും കഴിഞ്ഞില്ല. അതാണ് അക്ഷരാർത്ഥത്തിൽ ഇലന്തൂർ മാർക്കറ്റിന്റെ അവസ്ഥ. സിക്കെ അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.